ഗോൾഡൻ വോയിസ് മത്സരത്തിലെ യുഗ്മഗാന വിഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയം എന്ന് പറയുന്നത് അർഹിക്കുന്ന ഒരാളുടെ കയ്യിൽ തന്നെ എത്തണം. അതിനായി പ്രഗത്ഭരായ വിധികർത്താക്കളാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീമതി പ്രീത കണ്ണൻ, സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാലെ രണ്ട് സുന്ദരികൾ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു. ശ്രുതി ആൻഡ് ശ്രദ്ധ. ശ്രദ്ധ, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്? ലാസ്റ്റ് റൗണ്ട് കുറച്ച് നെർവസ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ഈ റൗണ്ടില് അതെല്ലാം വെളിയിൽ ഇപ്പൊ തന്നെ എല്ലാ നെഗറ്റിവിറ്റീസും കളഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്? കളഞ്ഞു വന്നിട്ടുണ്ട്. അതെ, ലാസ്റ്റ് പെർഫോമൻസ് അപ്പൊ അത് ബെസ്റ്റ് ആക്കാൻ നോക്കുകയാണ് നമ്മള്. ഡെഫിനറ്റ്ലി ബെസ്റ്റ് ആയിരിക്കട്ടെ. ശ്രുതി ഞങ്ങളുടെ ഒരു വേഴ്സറ്റൈൽ സിംഗർ ആണ്, ഗുഡ്വിൻ ഗോൾഡൻ വോയിസിന്റെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ പേര് ഇനി നിലനിർത്തുക. ഒരു സൂഫി സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ സൂഫി സോങ്സ് ഇഷ്ടമാണോ പൊതുവെ ശ്രദ്ധയ്ക്ക്? അതെ അതെ, ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വളരെ ഭംഗിയായി പാടാൻ സാധിക്കട്ടെ, എൻജോയ് ചെയ്ത് പാടാൻ സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു പെർഫോം ചെയ്ത് പാടാൻ പറ്റിയ ഒരു പാട്ടാണത് അല്ലേ? അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ആണ് എന്ന് ഓർക്കാതെ പാടാം, എൻജോയ് ചെയ്തിട്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ ചിറകേറി വാ, എൻ്റെ കരളിൻ്റെ കര
ശ്രദ്ധ ആൻഡ് ശ്രുതി വളരെയധികം എൻജോയ് ചെയ്തിട്ട് പാടി എന്ന് കാണുമ്പോൾ തോന്നി. സ്വന്തമായിട്ട് എന്ത് തോന്നുന്നു? ഒരു സെൽഫ് റേറ്റിംഗ് അത്രയ്ക്കും പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു ഒപ്പീനിയൻ അത്രയ്ക്കും നമ്മൾ എത്തിയിട്ടില്ല പറയാൻ. അല്ല, സെൽഫായിട്ട് നമുക്ക് നമ്മളെ പറ്റി ഒരു ഒപ്പീനിയൻ വേണമല്ലോ. നമ്മൾ വിചാരിച്ച പോലെ ഐ കോണ്ടാക്ട് വെച്ചു, അതൊക്കെ. സോ വി ആർ ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഐ കോണ്ടാക്ട് പോയിട്ടില്ല. ആ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ഇനി ബാക്കി സംഗതികളൊക്കെ ഓക്കെ. ശ്രുതിക്ക് എന്ത് തോന്നുന്നു? പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെയൊക്കെ പാടാൻ സാധിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബാക്കി എത്ര ഓക്കെ ആണെന്ന് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് നിന്ന് അറിയാം. ശ്രീകുമാർ സർ, ഐ കോണ്ടാക്ട് മതി, സംഗതി വേണ്ടാന്നാണല്ലേ? അല്ല, അങ്ങനല്ല, അങ്ങനെയും വിചാരിക്കാം. ഈ പാട്ട് സെലക്ട് ചെയ്ത ചതി ആരാ ചെയ്ത്? ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത്? അങ്ങനെ ചതി ചെയ്താരാണ്? സത്യേട്ടൻ തന്നെയാണോ? സത്യേട്ടൻ തന്നെയാണോന്ന്? അല്ല, സ്വന്തമായിട്ടാണ് കുഴിച്ചത് അല്ലേ? ഇത് ഭീകര പാട്ടല്ലേ? എടുത്താലിങ്ങനെ പൊങ്ങുമോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും അല്ലേ? സംഗീതത്തിന് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ശ്രുതിയും ശ്രദ്ധയും അല്ലേ? ഇനിയും വേണം കാര്യങ്ങള്, പക്ഷെ ഈ രണ്ടെണ്ണവും വേണം. അതുണ്ടായിരുന്നോ എന്നുള്ളത് അല്ലേ നമുക്ക് ആലോചിച്ച് കേൾക്കുമ്പോൾ അറിയാം അല്ലേ? ശ്രുതി നന്നായിട്ട് പാടി, തുടക്കം നല്ല ഗംഭീരമായിരുന്നു. പിന്നെ ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ശ്രുതിയും എവിടെയാണെന്ന് പിടി കിട്ടുന്നില്ല അല്ലേ? എവിടെ നിൽക്കണമെന്ന് പിടി കിട്ടുന്നില്ല, ആരുടെ കൂടെ നിൽക്കണം എന്ന് പിടി കിട്ടാത്തൊരവസ്ഥയായി. ശ്രദ്ധ അങ്ങ് പോയി, ശ്രുതിയുടെ മേലുള്ള ശ്രദ്ധ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മാറി കളിക്കുമ്പോഴത്തേക്കും നല്ല ഐ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേൾക്കുന്ന നമുക്കും ഒരുമിച്ച് പാടുമ്പോഴൊക്കെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കും.
പക്ഷെ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമ്മൾ ഒരാൾ പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടുന്ന ആളുടെ ശ്രുതിയും താളവും ഒക്കെ ആ ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഓക്കെ, അതർവൈസ് നല്ലൊരു പാട്ട് ഇത്രയെങ്കിലും എടുത്ത് പൊക്കിയല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രീത മാം. ശരിക്കും നിങ്ങൾ ഈ പാട്ടാണെന്ന് ഇങ്ങനെ മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഇത് താങ്ങുമോ ചേട്ടാ? ഇത് ഇല്ല, അവർ കുഴപ്പമില്ല, അവർ പാടും, പൊക്കിക്കോളും, പാടും എന്ന് പറഞ്ഞു. പക്ഷേ മോൾക്ക് ഈ പാട്ട് കുറച്ച് ഹെവി ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ശ്രുതി അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞ മാതിരി ഒരുമിച്ച് പാടുന്ന ഒരു പാട്ട് എടുക്കുമ്പോൾ രണ്ടുപേർക്കും ആ ഏരിയാസിലെല്ലാം കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യാനായിരുന്നു ബുദ്ധി. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്തതെന്ന് ആരാണെങ്കിലും അവിടെ നമുക്ക് പരാതി ബോധിപ്പിക്കണം. ഓക്കെ, ശ്രുതി യു സാങ് ലിറ്റിൽ ബെറ്റർ ദാൻ ശ്രദ്ധ എന്ന് ഓപ്പണായിട്ട് പറയേണ്ടിയിരിക്കണു. കാരണം അത് നിങ്ങൾക്ക് ടെലികാസ്റ്റ് പോകുമ്പോൾ മനസ്സിലാവും അത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പൊ ശ്രുതി ആൻഡ് ശ്രദ്ധ, അപ്പൊ ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു ക്വിസ്. ആരുടെ സെലക്ഷൻ ആയിരുന്നു ഈ പാട്ട്? ഭയങ്കര സീക്രട്ട് ആണല്ലോ, ആരും ഉത്തരം പറയുന്നില്ല. സസ്പെൻസ് ആണോ? ശരി, നിങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് പരസ്പരം ചെയ്ത ഒരു ചതിയായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ പിന്നെ ആരെയും കുറ്റം പറയണ്ട. അവർ സ്വന്തമായി സെലക്ട് ചെയ്ത ഒരു പാട്ടായിരുന്നു. അപ്നെ പേർ മേ കുല്ലാടി ऐसे बोलते हैं ना, कुछ ऐसा हो गया शायद. ഓക്കെ, ലെറ്റ്സ് ഹിയർ ദ മാർക്സ്. പ്രീതി ചേച്ചി. ശ്രുതിക്ക് 86 ഉണ്ട് ആൻഡ് ശ്രദ്ധ 73. ഓക്കെ, താങ്ക് യു ചേച്ചി. ശ്രീകുമാർ സർ. ശ്രുതി 86, താങ്ക് യു 72 ശ്രദ്ധ. താങ്ക് യു സർ. അപ്പൊ ശ്രുതി ആൻഡ് ശ്രദ്ധ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മാർക്സിൽ അല്ലേ? ഒരുപാട് വേരിയേഷൻ ഉണ്ട്. പാടിയതൊരു ഡുവറ്റ് സോങ് ആണെങ്കിലും. അപ്പൊ ഇതിന് മുമ്പത്തെ മാർക്സ്, ഇത് പിന്നെ നമുക്ക് അറിയാത്ത ജഡ്ജസ് റൗണ്ടിന്റെ മാർക്സ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടുപേർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.